2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്താണ് ലീഗ് സമസ്ത തർക്കം മറനീക്കി പുറത്തു വന്നത്. പലപ്പോഴും ലീഗ് സമസ്ത പ്രശ്നങ്ങൾ ചർച്ചയാകാറുണ്ടെങ്കിലും സമസ്ത എന്ന വോട്ട് ബാങ്കിൽ ലീഗിന് യാതൊരു തർക്കവുമില്ലായിരുന്നു. എന്നാൽ ഈയിടെയായി തലപൊക്കുന്ന ചില സംഭവങ്ങൾ ലീഗ് സമസ്ത ബന്ധം രണ്ടായി പിളരുന്നു എന്ന തോന്നൽ ഭീകരമായി പ്രകടിപ്പിക്കുന്നുണ്ട്. കെ ഹംസയുടെ ചില വെളിപ്പെടുത്തൽ കേവലം വോട്ട് ശേഖരണം എന്നതിലുപരി വലിയ വിള്ളലുണ്ടാക്കി. എന്നാൽ തുടർന്ന് ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഭാഗത്തു നിന്നും ഉയർന്നു വന്ന പ്രതികരണങ്ങൾ ലീഗിന്റെ വിട്ടുവീഴ്ചയില്ല മനോഭാവത്തെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ ഭിന്നത രൂക്ഷമാകുന്ന ചില തീരുമാനങ്ങൾ ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുമെന്ന തീരുമാനം വലിയ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ മുന്നൊരുക്കമായി വേണം കാണാൻ. കാരണം പണ്ടെല്ലാം ലീഗ് സമസ്ത ബന്ധം വാഴ്ത്തപ്പെട്ടിരുന്നത് അത്തരത്തിലായിരുന്നു. ലീഗ് എന്നാൽ സമസ്ത, സമസ്ത എന്നാൽ ലീഗ് എന്ന വലിയൊരു ബന്ധം ഇരുവർക്കുമിടയിലുണ്ടായിരുന്നു. ആ ബന്ധം അവസാനിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോഴത്തെ ലീഗിന്റെയും സമസ്തയുടെയും നീക്കം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗ് സമസ്ത വിള്ളലിന്റെ ആരംഭത്തിന് കൃത്യമായി കാരണമൊന്നും പറയാനില്ലെങ്കിലും തർക്കം അതിര് കടന്നു എന്ന് മനസ്സിലാക്കാൻ ആവശ്യത്തിലധികം സംഭവങ്ങൾ ഇപ്പോഴുണ്ടാകുന്നുണ്ട്. ഉദ്ഘാടന പരിപാടിയിൽ നിന്നും സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുമ്പോൾ ലോക്സഭാ പ്രചാരണ കാലത്ത് ഉയർന്നു വന്ന തർക്കങ്ങൾക്കും വലിയ ആക്കമുണ്ടാക്കാൻ സാധിച്ചു എന്ന് വേണം കരുതാൻ. ഉദ്ഘാടന ദിവസമായ ശനിയാഴ്ച ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കാനാണ് നേതാക്കളുടെ തീരുമാനം. സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് പരിപാടിയിൽ നിന്നും ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സമസ്തയിലെ ഒരു വിഭാഗം ലീഗിനെതിരെ വലിയ പ്രചാരണം നടത്തിയിരുന്നു. സമസ്തയ്ക്കെതിരെ ലീഗ് പ്രവർത്തിക്കുന്നുവെന്നും അതിനാൽ പൊന്നാനിയും മലപ്പുറത്തും അവരുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്നുള്ള പ്രചരണം നടന്നിരുന്നു. ഇത് വിവാദമായതോടെ സമസ്തയുടെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അടക്കമുള്ള സമസ്ത ഔദ്യോഗിക നേതൃത്വം ഇത് തള്ളി പ്രസ്താവനയിറക്കി. എന്നാൽ ഇതിനുശേഷവും സമസ്തയിലെ ഒരു വിഭാഗം ലീഗിനെതിരെ പ്രവർത്തിച്ചെന്നും ഇവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുമാണ് പാർട്ടിയുടെ തീരുമാനം. ലീഗിനെതിരെ പ്രവർത്തിക്കുന്ന വിഭാഗത്തിലെ ഒരു പ്രധാന നേതാവ് കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങളെ വന്ന് കാണുകയും സുപ്രഭാതം പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന നിലപാടാണ് സാദിഖ് അലി തങ്ങൾ സ്വീകരിച്ചതെന്നാണ് വിവരം. ലീഗിനെതിരെ പരസ്യമായി രംഗത്തുള്ള ഈ വിഭാഗവുമായി അനുരഞ്ജനം വേണ്ട എന്ന നിലപാടിലാണ് ലീഗ്. പരിപാടിക്ക് സാദിഖ് അലി തങ്ങൾ പങ്കെടുക്കുമെന്ന ഫുൾ പേജ് പരസ്യം പോലും സുപ്രഭാതം പത്രം ഒന്നാം പേജിൽ തന്നെ നൽകിയിരുന്നു. എന്നാൽ വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തെ ലീഗിനെതിരെ പ്രവർത്തിക്കുന്നവരുമായി ഒരു തരത്തിലുള്ള സന്ധിയില്ല എന്ന സന്ദേശം തന്നെയാണ് ലീഗ് നൽകുന്നത്. പരിപാടിയിൽ നിന്നും നേതാക്കൾ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് സമസ്ത ലീഗ് ബന്ധത്തെ വരും ദിവസങ്ങളിൽ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടതാണ്. അടുത്ത കാലത്തെ ചില സംഭവങ്ങൾ പരിശോധിച്ചാൽ 2019 ലഭിച്ച ഭൂരിപക്ഷം മറികടക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളത്തിലിറങ്ങിയത്. മലപ്പുറം പൊന്നാനി സ്ഥാനാർത്ഥികളെ വെച്ചുമാറി പോരിനിറങ്ങിയ മുസ്ലിം ലീഗിന് ഒരു പണി കൊടുക്കണമെന്ന അഭിപ്രായം സമസ്തയിലെ ചിലർക്കുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ വാർത്തകൾ വന്നിരുന്നു. ആരോടും മമതയോ വിരോധമോ ഇല്ല എന്നാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുതുക്കോയ തങ്ങൾ പറഞ്ഞത്. എന്നാൽ മുശവറ അംഗമായ മുക്കം മുഹമ്മദ് ഫൈസി ഇതിന് വിരുദ്ധമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചതോടെ ചർച്ച വഴിമാറി. മുക്കം ഫൈസിയുടെ പ്രതികരണത്തിന്റെ വീഡിയോ ഇടത് പ്രൊഫൈലുകൾ പരമാവധി പ്രചരിപ്പിച്ചു. മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കുറയണം എന്നാണത്രേ സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ താല്പര്യം. ഇവർ ഈ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നുവെന്നും ആരോപണമുയർന്നു. പല വിധത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് സ്വാധീനിക്കാൻ ശ്രമം നടന്നു എന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. വിഷയം സജീവ ചർച്ചയാക്കേണ്ട എന്നായിരുന്നു ലീഗിന്റെ ആദ്യത്തെ തീരുമാനം. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല എന്ന് മുക്കം ഫൈസി തെരഞ്ഞെടുപ്പ് വേളയിൽ തുറന്നടിച്ചത് മുസ്ലിം ലീഗിന് ആശങ്കയുണ്ടാക്കി. സമസ്തയുടെ മുഴുവൻ വോട്ടുകളും ഇടതുപക്ഷത്തിന്റെ പെട്ടിയിൽ വീഴില്ലെങ്കിലും ചോർച്ചയുണ്ടാകാനുള്ള സാധ്യത കൂടി. സമസ്തയുടെ നിലപാട് നേരത്തെ പറഞ്ഞതാണെന്നും ഒരു പാർട്ടിയോടും പ്രത്യേക താല്പര്യമില്ല എന്നും ജിഫ്രി തങ്ങൾ ആവർത്തിച്ചു. മുക്കം ഫൈസിയുടെ പ്രതികരണം വ്യക്തിപരമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM ജയിച്ചാൽ ഏത് സമയവും കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യുമെന്നും ആ അവസരം സൃഷ്ടിക്കരുത് എന്നുമാണ് സമസ്തയുടെ പോഷക സംഘടനയുടെ നേതാവായ നാസർ ഫൈസി കൂടത്തായി പ്രതികരിച്ചത്. എന്നാൽ സംഘടനയുടെ പേരിൽ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുവെന്നും അതിൽ വഞ്ചിതരാകരുതെന്നും SKSSFന്റെ മലപ്പുറം ജില്ലാ നേതാക്കൾ വ്യാഖ്യാനങ്ങൾ ചൊരിഞ്ഞു. അങ്ങനെ പരസ്പരമുള്ള വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും നടന്നു. തെരഞ്ഞെടുപ്പ് വരെ മാത്രം ആയുസ് കാണൂ എന്ന് കരുതിയിരുന്ന പല ആരോപണങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷവും ജീവിച്ചു. ആ അതിജീവനം ഇന്ന് വീണ്ടും ഒരു ഭിന്നതയ്ക്ക് കാരണമാവുകയാണ്. ഈ ഭിന്നത ഇനിയും ഇടറിയാൽ ലീഗിന് നഷ്ടമാവുക കേവലം വോട്ട് ബാങ്ക് എന്നതിലപ്പുറം നട്ടെല്ല് എന്ന് അവകാശപ്പെട്ടിരുന്ന വലിയൊരു ഉൾക്കരുത്തു തന്നെയാണ്.